കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU കൊല്ലം ജില്ലാ സമ്മേളനം നടത്തി. കൊല്ലം പബ്ലിക് ലൈബ്രറി ഹാളിലാണ് സമ്മേളനം നടത്തിയത്. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. സജി ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU കൊല്ലം ജില്ലാ സമ്മേളനം കൊല്ലം പബ്ലിക് ലൈബ്രറി ഹാളിൽ നടത്തി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. സജി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുതലാളിമാർക്ക് തീരെഴുതി നൽകുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേണ്ട എന്ന നിലപാടാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ ആർജിച്ച എല്ലാ വികസനവും കോടിക്കണക്കിന് സ്വത്തുക്കളും മുതലാളിമാരുടെ കയ്യിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ ഭരണം 6 മുതലാളിമാർ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് മാറിയെന്നും P. സജി കുറ്റപ്പെടുത്തി. തൊഴിലാളികളെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ തൊഴിലാളികൾ വഴിതെറ്റി പോകും എന്നത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മൾ പണിയെടുക്കുന്ന മേഖല വിൽക്കുകയാണ്, അത് കമ്പനികൾ വിൽക്കും. ഇലക്ട്രിസിറ്റി മേഖല വിൽക്കുന്നു, അത് ഏതെങ്കിലും അദാനി കമ്പനി വാങ്ങിക്കുന്നു. റെയിൽവേ വിൽക്കുന്നു, അത് അദാനി കമ്പനി വാങ്ങിക്കുന്നു. തുറമുഖങ്ങൾ വിൽക്കുന്നു, അദാനി കമ്പനി വാങ്ങിക്കുന്നു. BSNL എല്ലാം തരിപ്പണമാക്കുന്നു, വാട്ടർ അതോറിറ്റി എല്ലാം കൂട്ടാൻ പോകുന്നു, KSL കൂട്ടാൻ പോകുന്നു. ഇത് എന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ കുറേയധികം തൊഴിലാളികൾക്ക് ഇത് ബോധ്യപ്പെടുന്നോ ജനറൽ സെക്രട്ടറി എന്ന് ചോദിച്ചാൽ ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ബോധ്യപ്പെട്ടാൽ ഞാൻ ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചു, നമ്മുടെ ഈ പൊതുമേഖലാ സ്ഥാപനത്തിൽ BMS ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ജനറൽ സെക്രട്ടറി പറഞ്ഞു BMSന് റഫറൻഡത്തിൽ ആയില്ല, പുതിയ രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അത്ര തൊഴിലാളികൾ കാണും. അപ്പൊ നമുക്ക് 46-50 താഴെ ഉണ്ട്. മേജർ യൂണിയൻ നമ്മളാണ്, പിന്നെ കുറച്ച് INTC ഉണ്ട്. BMS ഇപ്പൊ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കുറച്ച് പേര് കടന്നു വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു തൊഴിലാളി നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി എങ്ങനെ BMS ചേരാൻ പറ്റും? ജില്ലാ പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിജു SL സ്വാഗതം പറഞ്ഞു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാഹിദ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. NGO യൂണിയൻ ജില്ലാ ട്രഷറർ രതീഷ് PA അബ്രഹാം, ബിനീഷ്, സുരേഷ് കുമാർ, രാജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.